എല്ലാവർക്കും RMS സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ ഇടുക്കിയിൽ നിന്നും ജോ. കർഷകരുടെ അധ്വാനത്തെ ലോകമെമ്പാടും എത്തിക്കുന്ന ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളെ നമുക്കറിയാം. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥാപനമാണ് RMS. RMSന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഇതാണ് നമ്മുടെ ഓണർ മിസ്റ്റർ ബിബിൻ മാത്യു സാർ. തോപ്രാംകുടിക്കാരനാണ്. ഡെയിലി തോപ്രാംകുടിയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് എത്തിയാണ് സാർ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിക്കുന്നത്. RMS സ്പൈസസ് എന്നുള്ള പേര് ലോകമെമ്പാടും അറിയപ്പെടുത്തിയത് ബിബിൻ സാറിന്റെ കഴിവാണ്. സാർ നമസ്കാരം. സാർ, നമ്മുടെ RMSന്റെ വിഷനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. RMSന്റെ വിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനും അഗ്രികൾച്ചർ ഫാമിൽ ജനിച്ചു വളർന്നതാണ്. അപ്പൊ നമുക്ക് ഈ നാട്ടുകാരോടും ഇവിടുത്തെ കൃഷിക്കാരോടും ഒക്കെ വലിയൊരു പ്രതിബദ്ധത തന്നെയുണ്ട്. അപ്പൊ എങ്ങനെ ഇവർക്ക് കൂടുതൽ പ്രൈസ് കൊടുക്കാമെന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് വാല്യൂ അഡീഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പരമാവധി പ്രൈസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരിക്കലും പാലായിട്ട് വിറ്റാൽ ഒരു ക്ഷീരകർഷകന് ഒരു സാമ്പത്തികമായിട്ട് ഒരു ഗെയിൻ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുമ്പോൾ ട്രേഡേഴ്സിന്റെ അടുത്തുനിന്നും ഫാർമേഴ്സിന്റെ അടുത്തുനിന്നും ഒക്കെ നല്ല വില കൊടുത്ത് കളക്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ വാല്യൂ അഡീഷൻ നടത്തും. നമ്മൾ 10-30 കാറ്റഗറി ആയിട്ട് അത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത് വഴി നല്ലൊരു പ്രൈസ് വാങ്ങിച്ച് നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നത് RMSനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ്. എന്റെ പുറകിൽ ഈ കാണുന്നതാണ് RMSന്റെ റീറ്റെയിൽ ഷോപ്പ്. നമുക്ക് RMSന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കിയാലോ? നമസ്കാരം. നമ്മൾ ഇവിടുത്തെ റീറ്റെയിൽ ഷോപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാം. മെയിനായിട്ടും നമ്മുടെ ഇടുക്കി ജില്ല എന്നത് ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമുള്ള സ്ഥലമാണ്. ഒരുപാട് ടൂറിസ്റ്റ് മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വന്നു പോകുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഒരുപാട് സ്പൈസസുകൾ കളക്ട് ചെയ്ത് അവരുടെ ആവശ്യത്തിന് നോക്കി കണ്ടറിഞ്ഞ് അതിനെക്കുറിച്ചെല്ലാം പഠിച്ച് പോകുന്നവരാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ ഈ സ്പൈസസ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്ന് നമ്മളുടെ ഇവിടെ നിന്ന് മാർക്കറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് നമ്മുടെ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നമുക്കൊരു ദിവസം എത്ര റീസെയിലിംഗ് നടത്താറുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അനേകം ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇവിടെ വരാറുണ്ട്. അങ്ങനെ ഗ്രൂപ്പായിട്ട് വന്ന് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോകുന്നു. പിന്നെ യൂട്യൂബ് കണ്ടും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവ സെർച്ച് ചെയ്ത് നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത്? ഇവിടെ അധികമായിട്ട് വരുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരും നമ്മുടെ സമീപവാസികളും എല്ലാം സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈനിൽ ഇത് കണ്ടിട്ട് വാങ്ങിച്ചു പോകുന്നവരുണ്ട്. വാങ്ങിച്ചു പോകുന്നവർ വീണ്ടും വന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓർഡർ തരുന്നുണ്ട്. നമ്മുടെ ഇവിടെ എത്ര തരം പ്രൊഡക്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? പിന്നെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ്? 400-ലധികം പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. അതിൽ കൂടുതലും സ്പൈസസ് ആണ് പോകുന്നത്. ചേച്ചി, നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലാതെ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ സെല്ലിംഗ് നടത്തുന്നുണ്ടോ? RMSന്റെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി ഓർഡർ വരാറുണ്ട്. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതുവഴിയൊക്കെ വരാറുണ്ട്. ഇതൊക്കെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യും പ്രൊഡക്റ്റ്. ഓൺലൈൻ ഓഫ്ലൈൻ റീറ്റെയിലുകളെ മാനേജ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു ലോജിസ്റ്റിക്സ് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് കാണാം. ഹലോ. നമ്മുടെ ഇവിടുത്തെ ലോജിസ്റ്റിക്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? ഏതൊക്കെ കൊറിയറുമായിട്ടാണ് ആദ്യം ചെയ്തിരിക്കുന്നത്? ഡെലിവറി, ഹോം, എംഷിപ്പ്, VRL, JM, അങ്ങനെ 5-8 കൊറിയറായിട്ട് നമ്മൾ ടൈപ്പാണ്. കസ്റ്റമറിന്റെ നീഡ് അനുസരിച്ചിട്ട് ഏത് കൊറിയറാണ് അവർക്ക് ബെറ്റർ എന്ന രീതിയിലാണ് നമ്മൾ കൊറിയർ അയക്കാറ്. മിനിമം എത്ര ദിവസം എടുക്കും നമുക്ക് ഇവിടുന്ന്? കേരളത്തിലാണെങ്കിൽ 3 to 4 വർക്കിംഗ് ഡേയ്സ്. ഇൻ കേസ് പുറത്തോട്ടാണെങ്കിൽ 5 to 7 വർക്കിംഗ് ഡേയ്സ് ആണ്. ഇൻ കേസ് എന്തെങ്കിലും പബ്ലിക് ഹോളിഡേയോ അങ്ങനെ എന്തെങ്കിലും വന്നാലും മാത്രമേ ഡിലേ വരാറ്. ഇത് നമ്മുടെ RMSന്റെ പർച്ചേസ് മാനേജറാണ്. നമസ്കാരം സർ. നമസ്കാരം. സർ, നമുക്ക് കൂടുതൽ ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ സ്പൈസസ് എങ്ങനെയാണ്? നമ്മള് ഇവിടെ കൂടുതലായിട്ട് ഷോപ്പിൽ കൊണ്ട് തരുന്നവരുണ്ട്. അവർ റെഗുലർ ആയിട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ നമ്മൾ ഡയറക്റ്റ് പോയി ഫാർമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ളത്. പിന്നെ ഉള്ളത് നമ്മൾ ഓപ്ഷനിൽ നിന്നാണ് പിന്നെയുള്ള പർച്ചേസ്. കൂടുതലും നമുക്ക് ഡയറക്റ്റ് ഫാർമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് കൂടുതൽ പർച്ചേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഗുഡ് ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ പിന്നെ ഒരു കർഷകർക്ക് നല്ല വില കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റും. അവരെയും കൂടെ പ്രൊമോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇൻഡസ്ട്രി പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കർഷകർക്ക് നല്ല വില കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടെ RMSനുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പർച്ചേസ് സാധാരണയായി നമ്മൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് RMSന്റെ ഗ്രേഡിംഗ് സെക്ഷനിലാണ്.
ഇവിടെയാണ് ഗ്രേഡിംഗ് പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത്. ആധുനികമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് ഗ്രേഡിംഗ് നടത്തുന്നത്. നമുക്ക് അവിടെ ഒക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോ നിൽക്കുന്നത് RMSന്റെ ഹാൻഡ് പിക്കിംഗ് സെക്ഷനിലാണ്. ഇവിടെ നമുക്ക് 10-15ഓളം സ്റ്റാഫുകളാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ചേച്ചിയോട് തന്നെ നമുക്ക് ഇവിടുത്തെ പ്രോസസ്സിന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കാം. ചേച്ചി ഇവിടെ എത്ര വർഷമായി? 4 വർഷമായി. ഓക്കെ. ഇപ്പൊ നമ്മൾ പ്രോസസ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. ഇത് മെഷീനിലിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഹാൻഡ് പിക്കിംഗ് ആണ്. ഇതിനകത്ത് ഈ വാവലില് ചൊറി ഇങ്ങനെയുള്ള കാ വെച്ചിട്ട് നമ്മൾ എക്സ്പോർട്ടിംഗ് ആയിട്ട് ഇത് ഫ്രൂട്ട് ആയിട്ട് കൊടുക്കും. 7 to 8 കായായത്. 7 to 8 അല്ലേ? നമ്മളിപ്പോൾ RMSന്റെ പ്രൊഡക്ഷൻ മാനേജറിന്റെ അടുത്താണ് ഇരിക്കുന്നത്. നമുക്ക് സാറിനോട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാം. സർ, നമുക്കിവിടെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്, മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളത് കളക്ട് ചെയ്യുന്നത് എന്ന് പറയാം? ഫാർമേഴ്സിൽ നിന്നും പ്ലാന്റേഴ്സിൽ നിന്നൊക്കെ വരുന്ന പ്രൊഡക്റ്റ് നമ്മളിവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇത് വാല്യൂ അഡീഷൻ ചെയ്യുന്നു. ഇതിന് ശേഷം ഇത് ഓരോ കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ട് അതിൻ്റെ സൈസ്, കളറ്, ക്വാളിറ്റി, അങ്ങനെ ഓരോ സൈസായിട്ട് നമ്മളിത് മാറ്റിയതിന് ശേഷം ഇത് ആവശ്യമായ കസ്റ്റമേഴ്സിന് അല്ല കമ്പനീസിനൊക്കെ ആവശ്യമായ നീഡിനനുസരിച്ച് നമ്മളിത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഓയിൽ കമ്പനീസ്, അതുപോലെ തന്നെ പാൻ മസാല കമ്പനി, എക്സ്പോർട്ട് പാക്ക് ചെയ്യുന്ന കമ്പനികൾ, അങ്ങനെ അവർക്ക് ആവശ്യമായ ക്വാളിറ്റീസ് നമ്മൾ ഇവിടെ തന്നെ റോ മെറ്റീരിയൽസ് ആക്കി അവർക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കസ്റ്റമേഴ്സിൽ നിന്നും പ്ലാന്റേഴ്സിൽ നിന്നൊക്കെ നേരിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുന്നതുകൊണ്ട് അവർക്കൊരു റീസണബിൾ റേറ്റ് നമുക്ക് കൊടുക്കാനും നമ്മുടെ സപ്ലൈസിനും കസ്റ്റമേഴ്സിനും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാനും സാധിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ RMSന്റെ ഹോൾസെയിൽ മാർക്കറ്റിംഗ് ടീം ഇരിക്കുന്നത്. നമ്മൾ ഇവരോട് ഹോൾസെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒന്ന് ജസ്റ്റ് ചോദിച്ചു വരാം. നമുക്കൊരു കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ മാർക്കറ്റിംഗ് സ്റ്റാഫുകളോട് ചോദിക്കാം. നമസ്കാരം മാം. നമ്മൾ മെയിൻ ആയിട്ട് ഏതൊക്കെ സ്റ്റേറ്റാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? അതായത് നമുക്ക് കസ്റ്റമേഴ്സ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെയുണ്ട്. എന്നിരുന്നാലും ട്രേഡേഴ്സും റീസെല്ലേഴ്സും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ, ആന്ധ്രാപ്രദേശ്, UP എന്നിവിടങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു. നമസ്കാരം മാം. മാം, ഇവിടെ നമുക്ക് ഏതൊക്കെ സ്പൈസസ് ആണ് മെയിൻ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്? നമ്മളിവിടുന്ന് മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് കാടമാണ്. കാടമാണ് ഓൾ ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യക്ക് വെളിയിലേക്ക് എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് കസ്റ്റമേഴ്സ് എടുക്കുന്നത് 7 to 7.5, 7 to 8 ആ മീഡിയം ലെവലിലുള്ള ഗ്രേഡ്സാണ് സാധാരണ എടുക്കുന്നത്. ഓ, താങ്ക് യു. അങ്ങനെ നമ്മൾ ഇന്ന് RMS എന്താണെന്നും RMSന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.